ദേശീയ ദിനാഘോഷത്തിൻ്റെ നിറവിലാണ് ഒമാനും ഒമാൻ ജനതയും. സ്വദേശിവൽക്കരണം ആദ്യമായി നടപ്പാക്കിയ ഗൾഫ് രാജ്യം എന്ന പ്രത്യേകത കൂടി ഒമാനുണ്ട്. ജനതയും അധികാരഘടനയും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ വിജയം കൂടിയാണ് ഒമാൻ്റെ ഏതൊരു ദിക്കിലും കാണാൻ സാധിക്കുന്നത്. നാൽപ്പത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷത്തിന്റെ നിറപ്പകിട്ടിലാണ് ഒമാൻ. രാജ്യത്തിന്റെ ഓരോ കോണിലും സുൽത്താനേറ്റിന്റെ ദേശീയ പതാകയുടെ 3 വർണ്ണങ്ങൾ നിറഞ്ഞിരിക്കുന്നു. 1970 അധികാരമേറ്റ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിനോടുള്ള ജനതയുടെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ദിനമാണ് ദേശീയ ദിനം. നവംബർ 18 സുൽത്താന്റെ ജന്മദിനം കൂടിയാണ്. ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഭരണാധികാരികളിൽ ഏറ്റവും കൂടുതൽ കാലം പരമാധികാരത്തിൽ തുടരുന്ന രാഷ്ട്ര നേതാക്കളിൽ ഒരാളെന്ന റെക്കോർഡും സുൽത്താൻ ഖാബൂസിനുണ്ട്. പെട്രോ ഡോളറിന്റെ കരുത്തിൽ കുതിച്ചുയർന്ന മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പലതുകൊണ്ടും വ്യത്യസ്തമാണ് ഒമാൻ. തൊഴിലെടുക്കാനെത്തിയ പ്രവാസികളും ഇവിടുത്തെ സ്വദേശികളും തമ്മിലെ ആഴമേറിയ സൗഹൃദം പോലും ഈ നാടിനെ വേറിട്ട് നിർത്തുന്നു. ഇന്ത്യക്കാരോട്, പ്രത്യേകിച്ച് മലയാളികളോട് ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവിടുത്തെ ജനത. അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ ഓരോ ആഘോഷത്തിലും നിറം പകർന്ന് മലയാളികൾ ഉണ്ടാകും. സ്വദേശീവൽക്കരണത്തിൻ്റെ കടുത്ത വെല്ലുവിളികളിലും അന്നം തരുന്ന നാടിൻ്റെ ആഘോഷദിനം കെങ്കേമമാക്കുകയാണ് ഇവിടുത്തെ പ്രവാസികൾ. മസ്കത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ മത്ര സൂഖിൽ ഈ കാണുന്ന അലങ്കാരങ്ങൾക്ക് പിന്നിലെല്ലാം മലയാളികളാണ്. സൂഖിലെ ഓരോ മേഖലയും ദേശീയ ദിനത്തിന് കൊടിതോരണങ്ങളിട്ട് പരസ്പരം മത്സരിക്കുന്നു ഇവർ. ഇവിടുത്തെ വ്യാപാരികളും ജീവനക്കാരും ചെറിയ തുകകൾ സംഭാവനയിട്ടാണ് ഈ അലങ്കാരത്തിനുള്ള ചെലവ് കണ്ടെത്തുന്നത്. നാട്ടിൽ പാർട്ടികളുടെ സമ്മേളന നഗരിയും കല്യാണ വീടുമൊക്കെ അലങ്കരിച്ച് പരിചയമുള്ള പലരും കഴിവ് പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരമൊട്ടും പാഴാക്കിയില്ല. ആദ്യമായിട്ടാണ് സൂക്കിൽ ഇങ്ങനെ ഒരു അലങ്കരിച്ച, പ്രത്യേകിച്ച് മത്ര സൂക്കിൽ അലങ്കരിച്ചത് കാണുന്നത്. ഇതെന്ന് വെച്ചാൽ നാട്ടിലെ രാഷ്ട്രീയ പരിചയം കൊണ്ടായിരിക്കാം. മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ അനുമതിയോടെയാണ് മത്ര സൂക്കിലെ സൂക്കുൽ ലലം, ഗോൾഡ് സൂക്ക് എന്നിങ്ങനെ വിവിധ മേഖലകൾ മലയാളികൾ കൈകോർത്ത് ദേശീയ ദിനത്തിനായി അലങ്കരിച്ചൊരുക്കിയത്. മലയാളികളുടെ ഈ കൈവിരുത് കണ്ട് അമ്പരന്ന സ്വദേശികൾ പലരും ഇവ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഈ രാജ്യത്തോടും സുൽത്താനോടുമുള്ള മലയാളികളുടെ കൂറ് ഇവിടെ അവസാനിക്കുന്നില്ല. സുൽത്താൻ ഖാബൂസിന്റെ മുഖവും ഭാവവുമെല്ലാം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന മറ്റൊരാളെ പരിചയപ്പെടാം. തയ്യൽ ജീവനക്കാരനായ കുന്നംകുളം സ്വദേശി സിദ്ധി. രാത്രി ജോലി കഴിഞ്ഞിട്ടുള്ള ഇടവേളകളിൽ അദ്ദേഹം പെൻസിൽ മാത്രം ഉപയോഗിച്ച് വരച്ചെടുത്ത സുൽത്താന്റെ ചിത്രങ്ങളാണിത്. ചിത്രകല ശാസ്ത്രീയമായി പഠിച്ച ഒരു പ്രൊഫഷണൽ കലാകാരനല്ല സിദ്ധി. സുൽത്താന്റെ വിവിധ ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾക്ക് പുറമെ ഒമാന്റെ പ്രതീകങ്ങൾ എന്ന് വിളിക്കാവുന്ന സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കും മത്ര കോർണിഷും അദ്ദേഹം വരച്ചു തീർത്തിട്ടുണ്ട്. മാസങ്ങൾ നീണ്ട പ്രയത്നത്തിലൊടുവിലാണ് സിദ്ദീഖ് ഈ ചിത്രങ്ങൾ പൂർത്തീകരിച്ചത്. ഇപ്പോൾ അടുത്താണ് എനിക്ക് സുൽത്താൻ്റെ പടം വരയ്ക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം വന്നത്. അങ്ങനൊരു സുഹൃത്ത് എനിക്ക് സുൽത്താൻ്റെ പടം തന്ന് അത് ഞാൻ വരച്ച് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വേറെയും സുൽത്താൻ്റെ ചിത്രം വേറെ വരച്ച്, ഇപ്പോൾ ലാസ്റ്റ് വരച്ച ചിത്രമാണ് ഇപ്പോൾ ഇത്, മിലിറ്ററി ഡ്രസ്സിട്ടുള്ള സുൽത്താൻ്റെ ഫോട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കോർണേഷ്, പിന്നെ ഗ്രാൻഡ് മോസ്, ഇതൊക്കെ വരച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട ചിത്രങ്ങളാണൊക്കെ. റൂവിയിൽ ടൈലറിംഗ് ജീവനക്കാരനായ സിദ്ദീഖിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നം ഈ ചിത്രങ്ങൾ സുൽത്താന് സമർപ്പിക്കുക എന്നതാണ്. ഏറെക്കാലമായി ഇതിനുള്ള പ്രയത്നത്തിലാണ് ഇവർ. തയ്യൽ ജോലി മാത്രമായി കഴിഞ്ഞിരുന്ന സിദ്ദീഖിലെ ചിത്രകാരനെ പലരും തിരിച്ചറിഞ്ഞത് തന്നെ അദ്ദേഹം വരച്ച സുൽത്താൻ്റെ ചിത്രങ്ങളിലൂടെയാണ്. ഈ വരച്ച ചിത്രങ്ങളൊക്കെ സിദ്ദീഖിൻ്റെയും ഞങ്ങളുടെ എല്ലാ ആഗ്രഹം സുൽത്താന് സമർപ്പിക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുൽത്താൻ ഖാബൂസിൻ്റെ ചിത്രം ഒമാനിലെ കൊച്ചുകുട്ടികൾക്ക് പോലും സുപരിചിതമായിരിക്കാം. എങ്കിലും ഇത് വരയ്ക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഒമാനി കലാകാരന്മാർ തന്നെ പറയുന്നു. They thinking when you drawing His Majesty Sultan Qaboos there is some difficult and you must
care and be careful when you're drawing him. His Majesty Sultan Qaboos is have a special hair, you know, he has white hair and there is some special eyes and nose. So when you're drawing him, you must not shoot, you must drawing him as he like. സുൽത്താന്റെ ഓരോ ചിത്രവും സുപരിചിതമാണ് എന്നതുകൊണ്ട് തന്നെ ചെറിയ പിഴവുകൾ പോലും ജനങ്ങൾ തിരിച്ചറിയുമെന്നതാണ് വെല്ലുവിളി. അതുതന്നെയാണ് സ്വന്തം ജനതയുടെയും പ്രവാസികളുടെയും ഹൃദയത്തിൽ ഒരുപോലെ ഇടം നേടിയ സുൽത്താൻ ഖാബൂസിന്റെ വിജയവും. ഒമാനിലെ എല്ലാ പ്രേക്ഷകർക്കും വീക്കെൻഡ് അറേബ്യയുടെ ദേശീയ ദിനാശംസകൾ.